മഴയിൽ പൂത്തത് ഭാഗം 4. എന്ത് വേദന? മീര ചോദിച്ചു. അമ്മ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. സരസ്വതി ഒന്നും പറഞ്ഞില്ല. അവർ മുറിയിലേക്ക് പോയി. രാത്രി മീര ഇറങ്ങിയപ്പോൾ സരസ്വതി സ്കെച്ച് ബുക്ക് എടുത്തു നോക്കി. പേജ് 18. അവിടെ ഒരു ചിത്രം. സരസ്വതിയും ചെറിയ മീരയും കൂടി ഒരു ആൺകുട്ടി. താഴെ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ കുടുംബം. സരസ്വതിയുടെ കണ്ണു നിറഞ്ഞു. അവർ പെട്ടെന്ന് പേജ് കീറി കളഞ്ഞു. രാത്രി 10 മണി. കറന്റ് പോയി. മുഴുവൻ വർക്കുള്ളയിലും ഇരുട്ട്. മീര പേടിച്ചു. അമ്മേ. മറുപടിയില്ല. അമ്മ ഉറങ്ങുന്നു. പെട്ടെന്ന് വാതിലിൽ മുട്ട്. മീര വിറച്ചു. ആരാ? ഞാൻ അർജുനാണ്. പുറത്തുനിന്ന് ശബ്ദം. നിന്റെ സ്കെച്ച് ബുക്ക് ഒരു പേജ് കീറിയിട്ടുണ്ട്, അതെനിക്ക് വേണം. മീര വാതിൽ തുറന്നു. കയ്യിൽ ടോർച്ച്. അർജുൻ മഴയിൽ നനഞ്ഞു നിൽക്കുന്നു. കയ്യിലൊരു പഴയ ഫോട്ടോ. ഇത് നോക്ക്. അവൻ ഫോട്ടോ നീട്ടി. അതിൽ മീരയും അർജുനും ചായ തോർത്ത് സന്തോഷത്തോടെ. മീരയുടെ കാല് തളർന്നു. ഇത് ഞാനോ? അതെ മീര. അർജുന്റെ ശബ്ദമിടറി. നീ എന്റെ മീരയാണ്. 5 വർഷം മുമ്പ് നമ്മൾ. നിർത്ത്. മീര പിന്നോട്ട് മാറി. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട. അർജുൻ അടുത്ത് വന്നു. ഞാൻ ഒന്നും ചെയ്യില്ല. ഈ സ്കെച്ച് ബുക്കിന്റെ അവസാന പേജ് മാത്രം തരൂ. മീര സ്കെച്ച് ബുക്ക് തുറന്നു. അവസാന പേജ്. അവിടെ എഴുതിയിരിക്കുന്നു, നീ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല മീരെ. നമ്മൾ വീണ്ടും കാണും മഴയത്ത്. അർജുൻ അത് വായിച്ചു കരഞ്ഞു. ഞാൻ വാക്കു വായിച്ചു മീര. നമ്മൾ വീണ്ടും കണ്ടു. മീരയുടെ കണ്ണിൽ നിന്ന് കമ്മനീർ. എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അർജുൻ ചേട്ടാ. കഷ്ണങ്ങളായിട്ട് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ കൈ. അർജുൻ അവിടെ കൈ പിടിച്ചു. അപ്പോഴാണ് അത് നിന്ന് സരസ്വതിയുടെ ശബ്ദം. മീര, ആരവിടെ? മീര പെട്ടെന്ന് കൈ വിട്ടു. സരസ്വതി ടോർച്ചുമായി വന്നു. അർജുനെ കണ്ടപ്പോൾ അല്ല. നീ വീണ്ടും വന്നു എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ. എന്റെ ഞാൻ പോ, ഇറുകിപ്പോ. സരസ്വതി വടിയോങ്ങി. മീര അമ്മയ്ക്കൻ അർജുനമിടയിൽ നിന്നു. അമ്മ നിർത്ത്. നീ അകത്ത് പോ മോളെ, സരസ്വതി പറഞ്ഞു. മീര പോയില്ല. അമ്മ അർജുനെ നോക്കി. പിന്നെ സ്കെച്ച് ബുക്ക് നോക്കി. മീര പതുക്കെ പറഞ്ഞു, അമ്മേ, ഈ സ്കെച്ച് ബുക്കിൽ എന്റെ പഴയ ജീവിതമുണ്ട്. ഞാൻ എനിക്കത് വായിക്കണം. അർജുൻ ചേട്ടൻ ആരാണെന്ന് എനിക്ക് അറിയണം. സരസ്വതി ഞെട്ടി. അർജുൻ ശ്വാസം പിടിച്ചു. പുറത്ത് മഴ ശക്തമായി. മീര സ്കെച്ച് ബുക്ക് നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, ഞാൻ ഓർക്കാൻ തീരുമാനിച്ചു. രാത്രി 10:30. സരസ്വതിയുടെ അലർച്ച വർക്ക് ലൈൻ മുഴുവൻ കേട്ടു. പോ, ഇറങ്ങിപ്പോ. മഴ ജനാലിനടിക്കുന്നു. കരണ്ടില്ല. ടോർച്ചിന്റെ വെളിച്ചത്തിൽ 3 പേരുടെ നിഴലുകൾ വലുതായി മതിലിൽ വീണു. മീര സ്കെച്ച് ബുക്ക് നെഞ്ചോട് ചേർത്തു. അമ്മേ, ഞാൻ ഓർക്കാൻ തീരുമാനിച്ചു. സരസ്വതി വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ഓർമ്മ വന്നാൽ നീ വീണ്ടും തകർന്നു പോവും മോളെ. ആ പയ്യൻ നമ്മളെ എല്ലാം നശിപ്പിച്ചു. ഞാൻ എന്തു ചെയ്തു അമ്മേ? മീര കരഞ്ഞു. 5 വർഷം എന്റെ തലയിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാതെ ഞാൻ ജീവിക്കും. എനിക്ക് മടുത്തു. അർജുൻ ഒരു വാക്കും മിണ്ടിയില്ല. അവൻ മഴയിൽ നനഞ്ഞു നിന്നു. കയ്യിൽ ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. നീ പോവ്, സരസ്വതി അർജുനോട് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അർജുൻ മീരയെ നോക്കി. ഞാൻ പോവുകയാണ് മീര. പക്ഷെ നാളെ രാവിലെ 8-ന് ചായത്തോട്ടത്തിന്റെ മുകൾ ഭാഗത്ത് നീ വന്നാൽ മാത്രം മതി. വന്നില്ലേ ഞാൻ ഒന്നും നിർബന്ധിക്കില്ല. അവൻ തിരിഞ്ഞു നടന്നു. മഴയിൽ അപ്രത്യക്ഷനായി. വാതിലടഞ്ഞപ്പോൾ മീര തറയിലിരുന്നു കരഞ്ഞു. സരസ്വതി മോളെ എടുത്ത് ചേർത്ത് പിടിച്ചു. നീ എന്റെ കുഞ്ഞ. എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ മീരയുടെ മനസ്സിൽ ഒരു വാക്ക് മാത്രം. നാളെ 8 മണി. പുലർച്ചെ 7:45. മീര ഉറങ്ങിയില്ല. വെള്ള സാരി ഉടുത്തു. മുടി കെട്ടി. കഴുത്തിലൊന്നുമില്ല. പക്ഷെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ. സരസ്വതി കണ്ടു. എവിടെ പോവാ? അമ്മേ, ഞാൻ പോയിട്ട് വരാം. മീരയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. പോവല്ലേ മോളെ. സരസ്വതി കാൽ പിടിച്ചു. അവൻ നല്ലവനല്ല. അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. മീര കൈ പിടിച്ചു. എന്റെ ഓർമ്മ എന്റേതാ. അത് തിരികെ കിട്ടാൻ ഞാൻ എന്തു ചെയ്യും? അവൾ കുടയുമായി ഇറങ്ങി. പുറത്ത് ചെറിയ മഴ. മേപ്പാടിയിലെ ഏറ്റവും മുകളിലെ ചായത്തോട്ടം. മൂടൽ മഞ്ഞ്. ചെടികൾക്ക് മുകളിൽ മഴത്തുള്ളികൾ. അർജുൻ അവിടെ ഉണ്ടായിരുന്നു. കയ്യിലൊരു വലിയ കറുത്ത പുട. ഒറ്റയ്ക്ക്. മീരയെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് വന്നല്ലോ. ഞാൻ എന്തിനു ഇവിടെ വന്നെന്ന് പോലും അറിയില്ല, മീര പറഞ്ഞു. പക്ഷെ കാലുകൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അർജുൻ കുട തുറന്നു. വാ, നനയും. രണ്ടാളും കുടയ്ക്കടിയിൽ നടന്നു. ഇടയിൽ ഒരകലം. പക്ഷേ തോളുകൾ തൊട്ടി ഉരുമ്മി. മഴയുടെ ശബ്ദം മാത്രം. അർജുൻ പെട്ടെന്ന് നിന്നു. മീര, എന്താ? നിനക്കൊന്നും ഓർമ്മയില്ല? ഇല്ല, ഒന്നും ഓർമ്മയില്ല. അർജുൻ ഒരു നീണ്ട ശ്വാസം എടുത്തു. അപ്പോൾ ഞാൻ പറയാം, നീ കേൾക്കണം. അർജുൻ സംസാരിച്ചു തുടങ്ങി. ശബ്ദം ഇടകുന്നുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് നീ ഇവിടെ തന്നെ ആയിരുന്നു. കമ്പനിയുടെ ഓണറിന്റെ മകൾ. ഞാൻ വർക്കറായിരുന്നു. ഡ്രോയിങ് ഇഷ്ടം. നീ ചായത്തോട്ടത്തിൽ വന്ന് സ്കെച്ച് ചെയ്യുമായിരുന്നു. മീര കണ്ണടച്ചു കേട്ടു. നമ്മൾ ഫ്രണ്ട്സായി. പിന്നെ അർജുൻ ചിരിച്ചു. നീ എനിക്ക് മഴയത്ത് നീയും ഞാനും എന്ന് ഒരുപാട് പഠിപ്പിച്ചു തന്നു. ആ പാട്ട് നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. മഴ പെയ്യുമ്പോൾ നമ്മൾ ആ പാട്ട് പാടും. മീരയുടെ കണ്ണു നിറഞ്ഞു. അതെ, എനിക്കൊരു ട്യൂൺ ഓർമ്മ വരുന്നു.
നമ്മൾ പ്രണയിച്ചു മീര. രഹസ്യമായി. നിന്റെ അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം നിന്റെ അച്ഛൻ എന്നെ അടിച്ചു. എന്റെ മോളിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അർജുന്റെ കണ്ണു ചുവന്നു. അതേ രാത്രി ഒരു ആക്സിഡന്റ്. നീയും നിന്റെ അച്ഛനും പോയ കാർ. നീ 3 ദിവസം കോമയിലായിരുന്നു. എഴുന്നേറ്റപ്പോൾ നിനക്ക് എല്ലാം മറന്നു. ഡോക്ടർ പറഞ്ഞു ട്രോമ മൂലം മെമ്മറി പോയതാണെന്ന്. മീര കുടയുടെ കമ്പി മുറുകെ പിടിച്ചു. എന്റെ അച്ഛൻ, അദ്ദേഹം പോയി മീര, അർജുൻ പറഞ്ഞു. അന്നു മുതൽ അയാൾ നിന്നെ ഇവിടെ നിന്ന് മാറ്റി. എന്നോട് സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. മഴ കൂടി, കുടയുടെ മുകളിൽ ഡ്രം അടിക്കുന്നത് പോലെ. എന്നിട്ട് ഈ സ്കെച്ച് ബുക്ക്? മീര ചോദിച്ചു. അത് നിന്റേതാ, നീ എനിക്ക് വേണ്ടി വരച്ചതാ. അവസാനത്തെ ദിവസം നീ എനിക്ക് തരാൻ വന്നതാ. പക്ഷേ ആക്സിഡന്റായി. അർജുൻ കുട താഴ്ത്തി. മഴ രണ്ടാളെയും നനച്ചു. ഞാൻ 5 വർഷം കാത്തു മീര, നീ തിരികെ വരുമെന്ന്. മീര വിറയ്ക്കുന്നുണ്ടായിരുന്നു. തണുത്തോ പേടികൊണ്ടോ എന്നറിയില്ല. അർജുൻ അവളുടെ കയ്യിലേക്ക് കൈ നീട്ടി. പേടിക്കണ്ട, ഞാൻ നിർബന്ധിക്കില്ല. മീര 10 സെക്കൻഡ് നോക്കി നിന്നു. പിന്നെ പതുക്കെ അവന്റെ കൈ പിടിച്ചു. ചൂട്, പരിചിതമായ ചൂട്. അർജുൻ ചേട്ടാ, മീര വിളിച്ചു. എന്താ മീരെ? നിങ്ങളുടെ ചിരി ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അർജുനൊന്നും പറഞ്ഞില്ല. അവൻ മീരയെ ചേർത്ത് പിടിച്ചു. ഉടൻ രണ്ടാളെയും മൂടി. മഴ അവരുടെ മുകളിൽ പെയ്തു. 5 വർഷത്തെ കാത്തിരിപ്പ് ആ മഴയിൽ ഒലിച്ചിറങ്ങുന്ന പോലെ. എനിക്ക് പേടിയാ, മീര അവന്റെ നെഞ്ചിൽ ചേർന്ന് പറഞ്ഞു. എന്തേലും സംഭവിക്കുമോ എന്ന്. ഇനി ഒന്നും സംഭവിക്കില്ല. അർജുൻ അവളുടെ തലയിൽ ഉമ്മവച്ചു. ഞാനുണ്ട്. അപ്പോഴാണ് മീര. ദൂരെ നിന്നൊരലർച്ച. സരസ്വതി, കയ്യിൽ ഒരു വടിയും ഫോട്ടോയും. അവർ ഓടി വന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവനെ വിശ്വസിക്കരുതെന്ന്. സരസ്വതി ആ ഫോട്ടോ മീരയുടെ മുഖത്തേക്ക് എറിഞ്ഞു. അതിൽ ചെറിയ മീരയും അർജുനും കൂടെ ഒരാൺകുട്ടി കൂടി 3 പേർ. ഇതാരാ? മീര ചോദിച്ചു. സരസ്വതി കരഞ്ഞു. ഇത് നിന്റെ അനിയനാണ് മോളെ. അർജുന്റെ കൂടെ ആക്സിഡന്റിൽ പോയത്. അവനും മരിച്ചു. അർജുൻ ഞെട്ടി. എന്ത്? അനിയൻ? അതെ, സരസ്വതി അലറി. നീ മാത്രമല്ല ഉത്തരവാദി. നീ ആ ദിവസം അവനെയും കൂടെ കൂട്ടി. എന്റെ 2 മക്കളെയും നീ എടുത്തു. ലോകം ഇരുണ്ടു. മീര അർജുൻ കൈവിട്ടു. നിങ്ങൾ കാരണമാണ് എന്റെ അനിയൻ. ഇല്ല മീര, ഞാൻ. അർജുൻ പറയാൻ നോക്കി. കള്ളം പറയണ്ട. മീര പിന്നോട്ട് മാറി. എനിക്ക് ഒന്നും അറിയില്ല, എന്നെ വിട്. അവൾ ഓടി. മഴയത്ത് കൂടി. കൂടെ പോലും വെടിഞ്ഞു. അർജുൻ അവളുടെ പിറകെ ഓടാൻ നോക്കി. സരസ്വതി അവനെ തടഞ്ഞു. ഇനി എന്റെ മോളുടെ അടുത്ത് വന്നാൽ ഞാൻ ജീവനോടെ കൊല്ലും. മീര വീട്ടിൽ മുറിയിലടച്ചു. സ്കെച്ച് ബുക്ക് മടിയിൽ. കീറിയ പേജ് 18 ഒട്ടിക്കാൻ നോക്കുന്നു. അതിൽ 3 പേർ. അമ്മ, താൻ, അനിയൻ. അവസാനം ഒരു വരി. ഞങ്ങളുടെ കുടുംബം. മീരയുടെ ഫോൺ ഒരു മെസ്സേജ് വന്നു. അൺനോൺ നമ്പർ. ഞാൻ ഉത്തരവാദിയല്ല മീര, പക്ഷെ ഞാൻ കുറ്റക്കാരനാണ്. നീ പറഞ്ഞാൽ ഞാൻ ഈ നാട് വിട്ടു പോവാം എന്ന്. അർജുൻ. മീര റിപ്ലൈ ചെയ്തില്ല. അവൾ ജനാല തുറന്നു. പുറത്ത് മഴ. ചായത്തോട്ടത്തിൽ ആ കറുത്ത കുട ഒറ്റയ്ക്ക് കിടക്കുന്നു. മീര സ്വയം ചോദിച്ചു, ഞാൻ ആരെയോ വിശ്വസിക്കേണ്ടത്? ഓർമ്മയെയോ, അമ്മയെയോ, അതോ എന്റെ ഹൃദയത്തെയോ?